ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് മോളിയാണ്. ഫിഷ് മോളിക്ക് വേണ്ടിയിട്ടുള്ള ഫിഷ് ഇവിടെ റെഡിയാണ്. ഞാൻ ഏകദേശം ഒരു 3 കിലോയോളം, നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് സിലോപ്പിയ എന്നാണ് പറയുന്നത്, ഇവിടെ തെലാപ്പിയ എന്ന് പറയുന്നത്. ഞാൻ ഏകദേശം ഒരു 8 ഫിഷ് കട്ട് ചെയ്ത് ക്ലീൻ ആക്കിയിട്ട് ഇതിനകത്ത് ഉപ്പ്, കുരുമുളക്, മഞ്ഞൾ, മുളക് പൊടി ചേർത്ത് 1 മണിക്കൂറോളം ഞാനിതിനെ മസാലയൊക്കെ തിരുമ്മി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിനെ ഫ്രൈ ആക്കി എടുക്കണം. ഫ്രൈ ആക്കി എടുത്തതിന് ശേഷമുള്ള ആയിട്ടാണ് നമ്മൾ ഫിഷ് മോളി ആക്കുന്നത്. അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് നമ്മളിപ്പം ഇവിടെ ഒരു ഏകദേശം മുഴുത്ത 3 സവാള, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കറിവേപ്പില, പച്ചമുളക്, പിന്നെ തേങ്ങാപ്പാൽ ഇത്ര ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഫിഷ് ഫ്രൈ ആക്കാം. ഫിഷ് ഫ്രൈ ആക്കിയതിന് ശേഷം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, നമുക്കതിലേക്ക് പോകാം. അപ്പോൾ നമ്മളിപ്പം ഫിഷ് മോളിക്കുള്ള ഫിഷ് ഫ്രൈ ആക്കാൻ പോവാണ്. നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പം ഫ്രൈ പാനിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീൻ ഫ്രൈ ആക്കാം. എന്തായി അപ്പോൾ ഫിഷ് മോളി? ഫിഷ് മോളി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഫിഷ് ഫ്രൈ ആയി ഇങ്ങനെ മറിച്ചിടുന്നു. ഉണ്ടോ, ഇതിങ്ങനെ ഇപ്പോൾ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉണ്ടാക്കാനായിട്ട്. ഫ്രൈ ആയിട്ട് എടുക്കണം, നല്ല ഫ്രൈ ആകണം. തവണ കൂടെ വറക്കാനുണ്ട് അല്ലേ? അപ്പം നമ്മളിപ്പം ഫിഷ് മോളിക്കുള്ള ഫിഷ് ഫ്രൈ ആക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസും ഇവിടെ തയ്യാറാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫിഷ് ഫ്രൈ, പിന്നെ ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്. ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാണ്. എത്ര സവാള എടുത്തിട്ടുണ്ട്? അപ്പോൾ നമ്മളെ ഒരു ഏകദേശം ഒരു 3 മുഴുത്ത സവാള, 2 തക്കാളി, പിന്നെ കറിവേപ്പില, പച്ചമുളക് ഏകദേശം ഒരു 8-10 പച്ചമുളക്, കാരണം ക്വാണ്ടിറ്റി കൂടുതലുണ്ടാവുകൊണ്ട് പച്ചമുളക്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലും ഉണ്ട്. നമ്മളത് ഇപ്പോൾ ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കുറച്ച് കടുകിട്ട് കൊടുക്കുന്നു. കുറച്ച് ഉലുവയിട്ട് കൊടുക്കുന്നു. ഇനി നമ്മൾ കുറച്ച് കറിവേപ്പില, നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ നമ്മളതിൽ പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, കടുക്, ഉലുവെല്ലാം ഇട്ടു. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചാൽ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു. പച്ചമുളക് ഇട്ട് ഇളക്കി കൊടുക്കാം. പച്ചമുളക് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമ്മൾ സവോള ഇട്ട് കൊടുക്കുക. സവോള ഇട്ട് കൊടുക്കും. ആ, നമ്മൾ ആവശ്യമുള്ള സവോള ഇട്ടു. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മളിപ്പം ഫിഷ് മോളിക്കുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം വഴറ്റി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനകത്തേക്കുള്ള മസാല ഇട്ട് കൊടുക്കാം. മസാല എന്ന് പറയുമ്പോൾ മസാല ഇതിപ്പം ഇതിനകത്ത് ഒരു 2 സ്പൂൺ മുളക് പൊടി, ചെറിയ സ്പൂണ്, ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ കുരുമുളക് പൊടി നമ്മളിത് ചേർത്ത് കൊടുക്കാം. ഓക്കെ, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഓയിലൊക്കെ ആവശ്യത്തിനുണ്ട്. നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് അധികം മൂപ്പിക്കണ്ട, കാരണം നമ്മളിത് ഫിഷാണ്. ഒത്ത് വരുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഇനി തക്കാളി ചേർത്ത് കൊടുക്കും. നമ്മളിപ്പോൾ ഈ മസാല എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് ഇനി തക്കാളി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഏകദേശം പഴുത്ത നല്ല തക്കാളി 2 തക്കാളി ഉണ്ട്.
തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. തക്കാളി ഒന്ന് വാടി ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് രണ്ടാം തേങ്ങാപ്പാൽ ഒഴിക്കും. രണ്ടാം പാൽ എടുത്തോ മേശയെ, രണ്ടാം പാൽ എടുത്തു. രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തു, കുഴപ്പമില്ല. രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തു. നമ്മളിപ്പോൾ ഒന്നാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട്, രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എല്ലാ മസാലയും സാധനങ്ങളെല്ലാം കൂടെ ഈ തേങ്ങാപ്പാലിൽ നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് മിക്സായി വന്നതിന് ശേഷം, നന്നായിട്ട് ഉടഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മളിനി ഇതിനകത്തേക്ക് നമ്മൾ ഫിഷ് ആഡ് ചെയ്യുന്നത്. മസാല റെഡിയായോ? മസാല റെഡിയായി. നമ്മളിപ്പോൾ രണ്ടാം പാൽ ഒഴിച്ച് നമ്മൾ ആ ഇട്ട എല്ലാ മസാലയും കൂടെ നന്നായിട്ട് വെന്ത് നല്ല സൂപ്പറായിട്ട് നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഫ്രൈ ആക്കി വച്ചിരിക്കുന്ന നമ്മുടെ മീനിട്ട് കൊടുക്കുക. ഫിഷ് പീസായിട്ട് ഇടുക. മീൻ പൊട്ടിപ്പോകാണ്ട് നമ്മൾ അധികം ഇളക്കി കഴിഞ്ഞാൽ പൊട്ടിപ്പോകും. അപ്പോൾ ഇങ്ങനെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. മസാലയ്ക്കകത്തേക്ക് ഫിഷ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പം നമ്മുടെ ഫിഷ് മോളി ഏകദേശം റെഡിയായി. നമ്മൾ രണ്ടാം പാൽ ഒഴിച്ച് ഫിഷെല്ലാം ചേർത്ത് എല്ലാം മസാലയൊക്കെ പിടിച്ചു. ഇനി നമ്മൾ ഒന്നാം പാൽ ഒഴിച്ച് തിളയ്ക്കുന്നതിന് മുമ്പ് ഓഫ് ചെയ്യും. അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തേ. ഒന്നാം പാൽ ഒഴിക്കില്ലേ? ഒഴിച്ചു. ഇപ്പോഴാണ് ആ ഒരു ഫിഷ് മോളിയുടെ കറക്റ്റായിട്ടുള്ള ആ ഗ്രേവിയും കാര്യങ്ങളും. ഇനി ഇളക്കരുത്, അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിനകത്തൊന്ന് ഇങ്ങനെ കൊടുക്കുക, നോക്കിക്കൊള്ളുക. അപ്പോൾ ഈ മസാലയും പിന്നെ ഈ ഒന്നാം പാലും കൂടെ മിക്സായി കഴിയുമ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി വരും. നല്ല ഒരു എന്താ പറയുക, ഒരു വെളുത്ത് വരും. ആദ്യം നല്ല ഡാർക്കായിരുന്നു. അപ്പോൾ നമ്മുടെ ഫിഷ് മോളി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അടിപൊളി, ഒന്നും പറയാനില്ല. അടിപൊളി ഫിഷ് മോളിയാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വീണ്ടും ഒരു വീഡിയോ വരുന്നവരെ നമുക്ക് കാണാം. ഓക്കെ, ബൈ.